ഹലോ. അപ്പോൾ ഇന്നത്തെ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ പ്രധാന ഒരു കാരണം, ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ വാട്സാപ്പ് ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അതിലൊരു മെസ്സേജ് കണ്ടായിരുന്നു. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് ഒരു വലിയൊരു താങ്ക് യു പറഞ്ഞൊരു ദിവസമുണ്ട്. അത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. ആ ഒരു ദിവസം അപ്പനോടും അമ്മയോടും ഞാൻ ഞാനും എൻ്റെ അപ്പനും ഭയങ്കര ഫ്രണ്ട്സാണ്. എനിക്ക് എൻ്റെ അപ്പനടുത്ത് ഷെയർ ചെയ്യാം. പക്ഷെ എനിക്ക് ഈ ഒരു താങ്ക് യു പറയാനായിട്ട് എനിക്ക് 28 വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസമാണ് എനിക്ക് ഈ ഒരു വാല്യൂ എനിക്ക് മനസ്സിലായത്, അപ്പൻ്റെ ഈ ഒരു ക്വാളിറ്റി എനിക്ക് മനസ്സിലായത്. ഞാൻ എൻ്റെ 28ാമത്തെ വയസ്സിലൊരു കല്യാണം കൂടാണ്. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഇടയിൽ എൻ്റെ ഏജിൽ പെട്ട ഒരുപാട് കുട്ടികളവിടെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഞാനിതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. കല്യാണത്തിൻ്റെ എല്ലാ പരിപാടികളും എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമാണല്ലോ ഇതൊക്കെ. ഞാൻ നോക്കുമ്പം എൻ്റെ ഏജിൽപ്പെട്ട ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും അത്ര ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. അവരുടെ ചിന്ത മുഴുവൻ വേറെ എന്തൊക്കെയോ ആണ്. അപ്പോൾ ആദ്യം എനിക്കത് മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവരുടെ ശ്രദ്ധ പോയിക്കുന്നത് മുഴുവൻ സ്റ്റേജിലേക്കോ പെണ്ണിൻ്റെയോ ചെക്കൻ്റെ അടുത്തേക്കോ ആയിരുന്നില്ല. അവർ ശ്രദ്ധിക്കുന്നത് ഫുൾ അവരുടെ അപ്പനെയായിരുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, മലയാളിയാണ്. സന്തോഷകരമായാലും സങ്കടമായാലും മദ്യമില്ലാത്തൊരു പരിപാടി മലയാളിക്കില്ല. അപ്പോൾ എൻ്റെ അപ്പൻ കുടിച്ച് ബഹളം വെക്കോ, വഴക്കുണ്ടാക്കോ, അമ്മ അപ്പനെ എന്തെങ്കിലും പറയോ, ഇതൊക്കെയാണ് ആ മക്കളുടെ ചിന്ത മുഴുവൻ. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഇത്രയും വർഷമായിട്ട് അങ്ങനെ ഒരു ദിവസം പോലും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എൻ്റെ അപ്പനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ താങ്ക് യു. കാരണം ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു മദ്യപാനി ആയിട്ടുള്ള ഒരാളുടെ മക്കൾ അനുഭവിക്കുന്നൊരു വിഷമം എന്താണെന്നുള്ളത്. ഒരു ദിവസം പോലും അങ്ങനെ ഒരു ദിവസം എൻ്റെ അപ്പൻ എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അപ്പനോട് വലിയൊരു താങ്ക് യു പറഞ്ഞു. അമ്മോടും ഞാൻ താങ്ക് യു പറഞ്ഞു. കാരണം എൻ്റെ അപ്പൻ ഒരു കുടിയനായിരുന്നു കല്യാണത്തിന് മുൻപ്. എൻ്റെ അപ്പനെ മാറ്റിയെടുത്തത് എൻ്റെ അമ്മയാണ്. അത് അപ്പനും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ അമ്മോടും ഞാൻ പറഞ്ഞു താങ്ക് യു, അമ്മ വലിയ കാര്യമാണ് ചെയ്തത്. അപ്പോൾ ഒരുവിധം കുടിയന്മാരും പറയുന്ന ഒരു പതിവ് പല്ലവിയാണ്, ഞങ്ങൾ വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ, കുടിച്ച് ബഹളം വെക്കാറില്ല, എന്തെങ്കിലും സന്തോഷം സങ്കടം വരുമ്പോൾ മാത്രമേ ഞങ്ങൾ കുടിക്കാറുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്കുള്ള സന്തോഷം നിങ്ങളുടെ മക്കൾക്ക് കിട്ടാറുണ്ടോ? ഇതുപോലത്തെ എന്താ പറയുക, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മക്കളല്ലേ നിങ്ങൾക്കുള്ളത്. എത്ര പ്രായമായാലും എത്ര കുഞ്ഞാണെങ്കിലും നമുക്ക് നമ്മുടെ മക്കൾ ഭയങ്കര ക്യൂട്ടാണ്. അവർക്ക് എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റാറുണ്ടോ? ഒന്ന് മക്കളെ അടുത്ത് വിളിച്ചൊന്ന് ചോദിച്ചു നോക്കി നോക്കാം. അപ്പം കാരണം മക്കൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ? അപ്പൻ്റെ കുടി കാരണം മക്കൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ആ മക്കൾ വലിയൊരു എസ്സേ തന്നെ പറയും. അവരുടെ ഉള്ളിൽ തട്ടി അവർ പറയുന്നുണ്ടെങ്കിൽ, അഭിനയിക്കുവാണെങ്കിൽ പറയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് വല്ലപ്പോഴുള്ള കൂടിയാണെന്നാണെങ്കിലും നമുക്കൊന്ന് നിർത്താം. ഇനി പുതിയ തലമുറയോട് ഇതുപോലത്തെ മക്കൾ നമുക്കും ഉണ്ടാവില്ലേ? ഉള്ളവരുണ്ടാവാം, ഉണ്ടാവാൻ പോകുന്നവരുണ്ടാവാം. ഒന്ന് ആലോചിച്ച് നോക്കി അവർക്ക് സന്തോഷമുള്ളൊരു ദിവസം നമ്മളായിട്ട് എന്തിനാ അവരുടെ സന്തോഷം കളയണത്? എന്തിനാ വലിയൊരു സങ്കടം അവർക്ക് കൊടുക്കണത്? നമ്മൾ എൻജോയ് ചെയ്യണ പോലെ അവർക്കും എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ കൂടി ഒന്ന് നിർത്തണ്ടേ? അപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ ലഹരി വിരുദ്ധ ദിനമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ എല്ലാ ദിവസവും കഴിഞ്ഞു പോണ പോലെ തന്നെ പോകും എന്ന് എനിക്കറിയാം. ഞാനിത് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടാവുമെന്നും എനിക്ക് തോന്നണില്ല. പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്കൊരു മാറ്റം ഉണ്ടെങ്കിൽ അതെന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ പ്ലീസ് ഞാൻ എല്ലാ അപ്പന്മാരോടും എല്ലാ സഹോദരന്മാരോടും എല്ലാവരോടും പറയാണ്, ഇതുകൊണ്ട് ഒന്നും നമുക്ക് നേടാനില്ല, നഷ്ടപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ. സോ പ്ലീസ് നമുക്ക് നമ്മുടെ മദ്യം എന്ന് പറയുന്ന കൂട്ടുകാരനെ അങ്ങോട്ട് ടാറ്റ കൊടുത്ത് പറഞ്ഞു വിടാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ.